A+ട്യൂബിലേക്ക് സ്വാഗതം. ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് ജനുവരി 15 മുതൽ ആരംഭിക്കുന്ന അദാലത്തിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നേരത്തെ A+ട്യൂബ് ചാനൽ 2 എപ്പിസോഡുകളിലായി നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. ഇത് സംബന്ധിച്ച് നിരവധി ആളുകൾക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നത് മറുപടികളായും നൽകിയിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ ലഭിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം ശ്രീ സക്കറിയ എന്ന വ്യക്തിയുടേതാണ്. സക്കറിയയുടെ ചോദ്യം പല ആളുകൾക്കും ചോദിക്കാൻ വേണ്ടി കാത്തുവച്ചിട്ടുള്ള ചോദ്യമാണെന്ന് മനസ്സിലാക്കുന്നു. ചില കാര്യങ്ങളിൽ ചിലർക്ക് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളുടെ മേൽ സംശയം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പ്രധാനമായും ഇപ്പോൾ ഒരു അദാലത്ത് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തങ്ങളുടെ അപേക്ഷകൾ അദാലത്തിൽ സമർപ്പിക്കപ്പെടുമോ, പരിഗണിക്കപ്പെടുമോ എന്നുള്ള സംശയം സ്വാഭാവികമാണ്. ശ്രീ സക്കറിയ ചോദിച്ചിരിക്കുന്ന ചോദ്യം 25 സെൻറ്റ് വരെ എന്ന് പറയുമ്പോൾ 25 സെൻറ്റിന് താഴെ ഉള്ളത് മാത്രമല്ലേ പരിഗണിക്കുകയുള്ളൂ? ഈ സംശയം ചാനൽ വഴി ഒന്ന് തീർപ്പാക്കണം എന്നുള്ളതാണ് സക്കറിയയുടെ ആവശ്യം. അത് വളരെ ന്യായയുക്തമായ ഒന്നായതുകൊണ്ടാണ് ഇന്നൊരു പ്രത്യേക എപ്പിസോഡ് ഇതിനായി തന്നെ ചെയ്യുന്നത്. ഇതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പങ്കുവെക്കാനുള്ളതുകൊണ്ട് തരം മാറ്റവുമായി ബന്ധപ്പെട്ട് അപേക്ഷകൾ നൽകിയിട്ടുള്ള ആളുകൾ ഈ എപ്പിസോഡ് കാണുകയാണെങ്കിൽ പൂർണ്ണമായും കാണാൻ അപേക്ഷ. പല ആളുകളും കുറച്ച് ഭാഗങ്ങൾ കണ്ടതിന് ശേഷം അപ്പോൾ തന്നെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് സംശയങ്ങൾ ഒരിക്കലും ദൂരീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. ആദ്യം ചെയ്യാനുള്ളത് എപ്പിസോഡ് പൂർണ്ണമായും കേൾക്കുക. നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടി ഈ എപ്പിസോഡിൽ എവിടെയെങ്കിലും ഉണ്ടാകും. പക്ഷേ അത് മനസ്സിലാക്കാതെ 1-2 സെൻറ്റൻസുകൾ ഇല്ലെങ്കിൽ 1 മിനിറ്റോ 2 മിനിറ്റോ മാത്രം കേട്ടിട്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ഒരിക്കലും ഭൂഷണമാവില്ല. അത് നമ്മുടെ ചാനലിൻ്റെ ഒരു പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ ഇപ്പോൾ സക്കറിയ ആ വിഭാഗത്തിൽ പെടുന്നതല്ല. സക്കറിയയുടെ ചോദ്യം ന്യായയുക്തമാണ് എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു. 25 സെൻറ്റ് വരെ എന്ന് പറഞ്ഞാൽ 25 സെൻറ്റ് വരെ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതായത് 24 സെൻറ്റ് എന്നാരും കരുതരുത്. 25 സെൻറ്റ് വരെ ഭൂമി ഉള്ളവർക്ക് എന്ന് വച്ചാൽ ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ള ഈ ഭൂമി തരം മാറ്റം, ഡേറ്റാ ബാങ്ക്, തണ്ണീർത്തട സംരക്ഷണ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം, ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം 25-ൽ പരം എപ്പിസോഡുകളാണ് A+ട്യൂബ് ചാനൽ ചെയ്തിട്ടുള്ളത്. ഇതിലെല്ലാം തന്നെ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് 25 സെൻറ്റ് കഴിഞ്ഞ് 26 സെൻറ്റ് ആയാൽ നിങ്ങൾ തരം മാറ്റത്തിൻ്റെ ഫീസ് ഒടുക്കേണ്ടി വരും. എന്നാൽ 25 സെൻറ്റ് വരെ ഉള്ളവർക്ക് തരം മാറ്റത്തിനുള്ള ഫീസ് സൗജന്യമാണ്. ഇത് പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അതൊന്നും കേൾക്കാത്തത് കൊണ്ടാകാം മിസ്റ്റർ സക്കറിയ ഇപ്പോൾ ഈ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്. ചില ആളുകൾക്ക് ഇത് സംശയം തോന്നാം. 25 സെൻറ്റ് വരെ എന്ന് പറഞ്ഞാൽ ആ കട്ട് ഓഫ് ഏരിയയിൽ ചില സംശയം വരാം. 25 എന്ന് പറഞ്ഞാൽ 25 തന്നെയാണ്. 25 വരെ വിസ്തീർണമുള്ള ഭൂമികൾക്ക് സൗജന്യമാണ് തരം മാറ്റ ഫീസ്. അതടയ്ക്കേണ്ടതില്ല. ഇപ്പോൾ അദാലത്തിൽ ആദ്യ റൗണ്ടിൽ പരിഗണിക്കുന്നതും ഈ തരം മാറ്റത്തിന് ഫീസ് ഇല്ലാത്ത അപേക്ഷകളാണ്. ക്ലിയറായി കാണും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 25 വരെ ഉള്ളവർക്ക് ഈ അദാലത്തിലെ ആദ്യ ഭാഗത്ത് പരിഗണന ഉണ്ടാകും. 25 കഴിഞ്ഞ് അത് കഴിഞ്ഞ് അല്പം എത്ര കൂടിയാലും അവരെല്ലാം തന്നെ തരം മാറ്റ ഫീസ് ഒടുക്കേണ്ട ആളുകളായി മാറും. അത്തരം അപേക്ഷകൾ തരം മാറ്റത്തിനുള്ള ഫീസ് അടയ്ക്കണം. 10% എന്ന് പറയുന്നത് ഫെയർ വാല്യുവിൻ്റെ
10% അവരൊടുക്കേണ്ടി വരും. 25 സെൻറ്റ് ഉള്ള ആളുകൾ അടയ്ക്കേണ്ടതില്ല. 25 കഴിഞ്ഞ് എത്ര ഭൂമിയുണ്ടോ അവരെല്ലാം തന്നെ ആകെയുള്ള വിസ്തൃതിയുടെ 10%, ഫെയർ വാല്യുവിൻ്റെ 10% ഒടുക്കേണ്ടി വരും എന്ന് ഓർക്കുക. 20% ഫെയർ വാല്യുവിൻ്റെ 20% അടയ്ക്കേണ്ട ആളുകൾ ഉണ്ടെന്നുള്ളത് അറിയാമല്ലോ. ആദ്യ റൗണ്ട് കഴിഞ്ഞ് പിന്നീട് ആ റൗണ്ടിലേക്ക് വരും എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന അറിയിപ്പ്. സംസ്ഥാന സർക്കാരിൻ്റെ ഈ നടക്കുന്ന അദാലത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ അദാലത്ത് മാനന്തവാടിയിൽ നടക്കും. മാനന്തവാടിയിൽ നടക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ അപേക്ഷകർ മാനന്തവാടിയിലാണ്, കൂടുതൽ അപേക്ഷകർ എറണാകുളം ഫോർട്ട് കൊച്ചിയിലാണ്. അപ്പോൾ ആദ്യം കൂടുതലുള്ളവരെ പരിഗണിച്ചതിന് ശേഷം കൂടുതലുള്ളവരിലേക്ക് പിന്നീട് വരും. അങ്ങനെ ഫെബ്രുവരി 17 വരെ ഈ പ്രോസസ്സ് നീണ്ടു നിൽക്കും. റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ രാജൻ ഈ അദാലത്തിലൊക്കെ പങ്കെടുക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഈ സക്കറിയയ്ക്കും അതുപോലെ ഇതിൻ്റെ സംശയമുള്ളവർക്കെല്ലാം കാര്യങ്ങൾ വ്യക്തമായി കാണും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി അടുത്ത് മറ്റൊരു സംശയം കൂടി ദൂരീകരിക്കാനുണ്ട്. ചില ആളുകൾ ഇപ്പോൾ ഈ അദാലത്തിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ആദ്യം വ്യക്തമാക്കിയത് PRDയുടെ പത്രക്കുറിപ്പിൽ തന്നെ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അക്ഷയ കേന്ദ്രങ്ങളുടെ നമ്പർ ചിലർ കൊടുത്തിരുന്നു. അപേക്ഷകളിൽ കൊടുക്കേണ്ടിയിരുന്നത് സ്വന്തം മൊബൈൽ നമ്പരോ സ്വന്തം ലാൻഡ് ഫോൺ നമ്പരോ ആയിരുന്നു. എന്നാൽ ചില വ്യക്തികൾ അത് കൊടുക്കാതെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി അക്ഷയ കേന്ദ്രത്തിലെ അധികൃതർ അവരുടെ ഓഫീസിൻ്റെ നമ്പർ അപേക്ഷകളിന്മേൽ ചേർത്തതുകൊണ്ട് ആ നമ്പറിലേക്കാണ് SMS വരുന്നത്. ടോക്കൺ നമ്പരും SMS വരുന്നത് അതിലേക്കാണ്. അത് അദാലത്തിന് എവിടെ നടക്കുന്നു, എത്ര സമയത്ത് നടക്കും, നിങ്ങളുടെ ടോക്കൺ എത്രയാണ് എന്ന് കാണിച്ചു കൊണ്ടുള്ള അറിയിപ്പാണ് SMS ആയി ലഭിക്കുക പ്രസ്തുത ഫോൺ നമ്പറിലേക്ക്. എന്നാൽ ഇപ്പോൾ സർക്കാർ പല ആളുകളും കൂടുതലായി അക്ഷയ കേന്ദ്രത്തിലെ നമ്പർ കൊടുത്തിട്ടുണ്ടെന്നും അവരിൽ പലർക്കും അറിയിപ്പ് കൃത്യമായും കിട്ടുന്നില്ല എന്നുള്ളതും പരിഗണിച്ചുകൊണ്ട് മറ്റൊരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്, തപാലിൽ അറിയിപ്പ് നൽകുക എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നൽകിയിട്ടുള്ള തപാൽ മേൽവിലാസത്തിൽ സർക്കാരിൻ്റെ അദാലത്ത് സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പ് ലഭിക്കും. എന്നാൽ മേൽവിലാസം കൃത്യമായി കൊടുത്തില്ലെങ്കിൽ, തെറ്റായ മേൽവിലാസമാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളതെങ്കിൽ ഏതെങ്കിൽ മേൽവിലാസത്തിലേക്കായിരിക്കും ആ അറിയിപ്പും പോവുക. അതുകൊണ്ട് ഇത് കൃത്യമായും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ ഏത് അക്ഷയ കേന്ദ്രത്തിലാണോ പോയത് അവിടെ പോയി പരിശോധിക്കുകയോ, ഇപ്പോൾ സെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് മറ്റ് സ്ഥലത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. അക്ഷയ കേന്ദ്രങ്ങൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ ഏതാണെന്ന് ആദ്യം നേരിട്ട് ചെന്ന് സംശയമുള്ളവർ മനസ്സിലാക്കണം. കൊടുത്തിട്ടിരിക്കുന്ന മേൽവിലാസം അഡ്രസ്സ് കറക്റ്റാണോ എന്ന് പരിശോധിക്കണം. ആ അഡ്രസ്സിലേക്ക് അറിയിപ്പ് ഇനി ബൈ പോസ്റ്റിലും വരും, അതായത് തപാൽ മുഖേനയും ലഭിക്കും എന്നുള്ളതാണ് PRD 2 ദിവസം മുമ്പ് ഇറക്കിയിരിക്കുന്ന ഒരു അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. സർക്കാരിൻ്റെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ അറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ 2 കാര്യങ്ങളും സ്ഥിരീകരിക്കണം. തീയതികൾ അറിഞ്ഞു വെക്കുക. നേരത്തെ തന്നെ ഈ തീയതികൾ അറിഞ്ഞു വച്ചിട്ട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും എൻഗേജ്മെൻ്റ് ഉണ്ടെങ്കിൽ ഒഴിവാക്കി ആ തീയതിയിൽ ഈ അദാലത്തിൽ പോയി പങ്കെടുക്കണം. കാരണം കാലതാമസം ഒഴിവാക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഇത്. ഫലപ്രദമായി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. തെരഞ്ഞെടുപ്പൊക്കെ വരുന്നത് കൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ശുഷ്കാന്തി കാണിക്കുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. എന്നും തെരഞ്ഞെടുപ്പ് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. എന്തായാലും കിട്ടിയ സന്ദർഭം നിങ്ങൾ ഉപയോഗിക്കുക. ഇത് കഴിഞ്ഞാൽ 25 സെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ അപേക്ഷകളിന്മേലും ഇതേപോലെ അദാലത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അവരെയും വിളിക്കും, പരിഗണിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. കാരണം അവരിൽ നിന്നും ഫീസ് കിട്ടാനുള്ളത് കൊണ്ട് സുപ്രീം കോടതിയുടെ കേസിൻ്റെ അന്തിമ വിധി എന്താകും എന്ന് നിശ്ചയമില്ലാത്തതുകൊണ്ട് കിട്ടാവുന്ന ഫീസുകൾ വാങ്ങുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ പോളിസി. അപ്പോൾ അതുകൊണ്ട് അതും വൈകാതെ തന്നെ അത്തരം ആളുകളെയും വിളിക്കും. അവരും ഈ 2 കാര്യങ്ങൾ സ്ഥിരീകരിക്കുക. അപേക്ഷയിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ ഏതാണ്, കൊടുത്തിരിക്കുന്ന മേൽവിലാസം ഏതാണ്, കൃത്യമാണോ എന്നുള്ളത് നോക്കുകയും
നിങ്ങൾക്ക് SMS ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും തപാൽ മാർഗം നിങ്ങൾക്ക് കത്ത് ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും വേണം. ഈ വിവരങ്ങളാണ് ഇന്ന് A+ ട്യൂബ് നിങ്ങളുമായി വ്യക്തമായും പങ്കുവെക്കുന്ന കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും വിവരങ്ങൾ ലഭിക്കാനുണ്ട്. അത് ലഭിക്കുന്ന മുറയ്ക്ക് അതും നിങ്ങളുമായി പങ്കുവെക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ ഒട്ടും മറക്കരുത്. നന്ദി.